ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സനാതനധർമ്മ പാഠശാല അവതരിപ്പിക്കുന്ന ഗിന്നസ് അറ്റംപ്റ്റ് ആണ്. അതായത് രാമായണ പാരായണത്തിന് ഏകദേശം 1000-ഓളം കൊച്ചുകുട്ടികളും 1000-ഓളം വലിയ മുതിർന്നവരും ചേർന്നിട്ടുള്ള രാമായണ പാരായണത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അത് സംഘാടകരോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ രാജേഷ് ജി നമസ്കാരം. 1000 വിദ്യാർത്ഥികളും 1000 മുതിർന്നവരും പങ്കെടുക്കുന്ന ഒരു മെഗാ പ്രോഗ്രാമാണ് ശ്രീരാമരാജ്യം. കഴിഞ്ഞ 5 മാസമായിട്ട് 78 ഗുരുക്കന്മാർ നിരന്തരമായിട്ട് 14 ജില്ലകളിലെ 10 വയസ്സിനു മേലെ പ്രായമുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതിന് ശേഷം ഈ പാലാരിവട്ടത്ത് എത്തിച്ചതിന് ആ ഒരു പ്രോഗ്രാമാണ് ശ്രീരാമരാജ്യം. നമ്മുടെ മക്കൾക്കിടയിൽ മൂല്യബോധത്തെ വളർത്തുക, അവരുടെ നിത്യജീവിതത്തിൽ രാമനെ കൊണ്ടുവരിക, അവരുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യത്തെ ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ ഒരു വലിയ പരിശ്രമം എന്ന രീതിയിലാണ് ശ്രീരാമരാജ്യത്തെ ഞങ്ങൾ കണ്ടിരിക്കുന്നത്. അടുത്ത വർഷം എല്ലാ ജില്ലകളിലും 1000 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന പ്രോഗ്രാം. 2500-ഓളം കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിച്ചത്. അതിൽ 1100-ഓളം കുട്ടികൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയും ധാരാളം കുട്ടികൾ തയ്യാറാണ്. പക്ഷേ സ്ഥലപരിമിതി കൊണ്ട് നമ്മൾ 2000 എന്ന സംഖ്യയിൽ ഇവിടെ ഒതുക്കിയതാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലേക്കും എല്ലാ ഗ്രാമങ്ങളിലേക്കും രാമനെ അറിയുന്ന കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുക. ശ്രീരാമചന്ദ്ര മഹാദേവൻ രാമോ വിഗ്രഹവാൻ ധർമ്മ, ആ ധർമ്മത്തിന്റെ പ്രതീകമായ ശ്രീരാമന്റെ സന്ദേശം 10 വയസ്സിനുള്ളിൽ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് എത്തിക്കുക. അവർ വളർന്നു വരുമ്പോൾ അവരിൽ രാമൻ സജീവമായിട്ടുണ്ടാവുക. ഇതാണ് ലക്ഷ്യം. ഈ ഒരു ന്യൂ ജനറേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണല്ലോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ രാമായണം പഠിച്ചുകൊണ്ട് എന്താണ് ഗുണം? പൊതുവെ ഹിന്ദുക്കളോട് മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. 4 വയസ്സ് മുതൽ ഒരു മുസ്ലിം കുട്ടിയോട് ഈ ചോദ്യം പ്രസക്തമല്ല. 4 വയസ്സ് മുതൽ ഒരു ക്രിസ്ത്യൻ കുട്ടിയോട് ഈ ചോദ്യം പ്രസക്തമല്ല. 4 വയസ്സ് മുതൽ തൻ്റെ ധർമ്മത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും കുട്ടികൾ പഠിക്കുമ്പോൾ ഹിന്ദു കുട്ടികളോട് പറഞ്ഞിരിക്കുന്നു രാമനെ കുറിച്ച് പഠിച്ചിട്ട് എന്താ കാര്യം, PSCക്ക് ചോദ്യം വരുമോ? അതുകൊണ്ട് തന്നെ ആത്മഹത്യയിൽ 95% ഹിന്ദുക്കളായി. കേരളത്തിലെ മൊത്തം ആത്മഹത്യയിൽ 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇതെന്റെ കണക്കല്ല, സർക്കാരിന്റെ കണക്കാണ്. 33 കോടി ദൈവങ്ങളും 4 വേദങ്ങളും 5 ഉപവേദങ്ങളും 6 വേദാംഗങ്ങളും 2 ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും ഹിന്ദുവിനുണ്ട്. ബാക്കി എല്ലാവർക്കും ഓരോ പുസ്തകമേ ഉള്ളൂ. എന്നിട്ടും ഹിന്ദു ആത്മഹത്യ ചെയ്യാൻ കാരണം എന്ത്? ഈ ചോദ്യമായിരുന്നു. കഴിഞ്ഞ 65 വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണിത്. അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ? രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ വെക്കണം. പക്ഷെ ഇതൊന്നും മറ്റു മതങ്ങൾക്ക് ബാധകമായിരുന്നില്ല. ഹിന്ദുക്കളെ പറ്റിക്കുകയായിരുന്നു. ഹിന്ദുക്കൾ അവന്റെ സത്വബോധത്തെ തിരിച്ചറിഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം വന്നു. അതിന്റെ പ്രതിസ്ഫുരണം ഇനി ഭാരതം മുഴുവൻ അലയൊലിയുണ്ടാവണം. രാമൻ ജനിച്ചത് അയോധ്യയിലാണ്. പക്ഷേ കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. കൃഷ്ണൻ ജനിച്ചത് മധുരയിലാണ്, അത് ഉത്തർപ്രദേശിലാണ്. പക്ഷേ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടത്തുന്നത് ഇവിടെയാണ്. അപ്പൊ രാമനും കൃഷ്ണനും ഈ നാടിന്റെ ആത്മാവാണ്. മഹാത്മാഗാന്ധിയുടെ സങ്കല്പം പോലും രാമരാജ്യം എന്നായിരുന്നു. ആ രാമനെ അറിയണം, നമ്മുടെ മക്കൾ അറിയണം, അവരുടെ ജീവിതത്തിൽ ഉന്നതമായ നിലയിലേക്ക് അവരെത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം. ഈ കർക്കിടക മാസ ആചരണം എന്ന് പറഞ്ഞല്ലോ, ഈ കർക്കിടക മാസത്തിൽ മാത്രം രാമനെ ആദരിച്ചാൽ മതിയോ? 1982 വിശാല ഹിന്ദു സമ്മേളനത്തിൽ നമ്മുടെ ആചാര്യന്മാർക്ക് പറയേണ്ടി വന്നതാണ്, പ്ലീസ് കർക്കിടകത്തിൽ എങ്കിലും ഇതൊന്ന് വായിക്കുന്നു. ഇത് ചിങ്ങത്തിലും കന്നിയിലും ജനുവരി മുതൽ ഡിസംബർ വരെ 360 ദിവസം വായിക്കണം. പക്ഷേ കർക്കിടകത്തെ രാമായണ മാസമായിട്ട് 1982 വിശാല ഹിന്ദു സമ്മേളനം പ്രഖ്യാപിച്ചതാണ്. രാമായണം, രാമന്റെ അയനം, രാമന്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര 365 ദിവസം വേണ്ടതാണ്. പക്ഷേ കർക്കിടകത്തിലെങ്കിലും ഇത് വായിച്ച് ശീലമാക്കിയാൽ പിന്നീട് വരുന്ന 300 ചില്ലാൻ ദിവസങ്ങളിൽ ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നാണ് നമ്മുടെ ആചാര്യന്മാരുടെ പ്രാർത്ഥന. രാമായണം പാഠ്യപുസ്തകത്തിൽ പദ്ധതിയാക്കണമെന്ന് താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. രാമായണവും മഹാഭാരതവും ജീവിതത്തിലെ ഉന്നത മൂല്യങ്ങൾ ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നതാണ് രാമായണം.
രാമൻ എന്ന പുത്രനെ കുറിച്ച്, രാമൻ എന്ന സഹോദരനെ കുറിച്ച്, രാമൻ എന്ന രാജാവിനെ കുറിച്ച്, രാമൻ എന്ന കൂട്ടുകാരനെ കുറിച്ച്, സർവോപരി രാമൻ എന്ന ഭർത്താവ്, എല്ലാത്തിനെയും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നതാണ് രാമായണം. രാമൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ്. ആ രാമന്റെ ജീവിതത്തിലൂടെ 24,000 ശ്ലോകങ്ങളിൽ 7 കാണ്ഡങ്ങളിൽ വാൽമീകി മഹർഷി രചിച്ച രാമായണത്തെ അധികരിച്ച് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ഭാഷാപിതാവ് എഴുതി. അപ്പൊ ആ രാമായണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. അത് പഠിക്കണം. രാമായണം, രാമൻ എന്നുള്ള വാക്ക് രമിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ രാമൻ എന്ന് വാക്ക് കേൾക്കുമ്പോൾ ഇന്ന് കൊല്ലും കൊലപാതകവുമാണല്ലോ ഇവിടെ നടക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? തീർച്ചയായിട്ടും അതൊരു മിഥ്യാധാരണയാണ്. ശ്രീരാമചന്ദ്രൻ ഊർജത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്. അപ്പം ജയ് ശ്രീറാം എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്നത് ഭാരതത്തിന്റെ നന്മയാണ്. പിന്നെ സംഘർഷങ്ങളും കാര്യങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മതം മാത്രമാണ് ശരി, എൻ്റെ ആശയമാണ് ശരി എന്ന് പറയുന്ന എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാവും. അവിടെയാണ് ഹിന്ദുവിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും ജൂതനെയും പാഴ്സിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും സ്വീകരിക്കുവാൻ കഴിയുന്ന കാഴ്ചപ്പാട്. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറഞ്ഞവരാണ് രാമൻ. എല്ലാ മതങ്ങൾക്കും എല്ലാ ഇസങ്ങൾക്കും ഈ മണ്ണിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ട് രാമൻ എപ്പോഴാണ് ഉറങ്ങിയത് അപ്പോഴാണ് ഭാരതം ഉറങ്ങിയത്. രാമൻ എപ്പോഴാണ് ഉണരുന്നത് അപ്പോഴാണ് ഭാരതം ഉണരുന്നത്. ഭാരതത്തിന്റെ ആത്മാവാണ് രാമൻ. രാമനില്ലാത്ത ഭാരതം സൂര്യനില്ലാത്ത സൗരതം പോലെയാണ്. അപ്പൊ രാമനെ ഭാരതത്തിന് വേണം. മറ്റുള്ളവർ എന്തു പറയുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ എങ്ങനെ രാമനെ അറിയുന്നു എന്നതാണ് അവിടെ പ്രധാനം. രാമൻ ഒരു ക്രൂരനാണ് എന്ന് പല ദിക്കിലും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? രാമന്റെ ജീവിതം, രാമന്റെ രാമായണം പരിശോധിച്ചാൽ എവിടെയും ധർമ്മത്തിന് വിരുദ്ധമായ ഒന്നും രാമൻ ചെയ്യുന്നില്ല. ഒരു ഭാഗത്ത് അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിൽ പോകുന്ന രാമൻ 14,000 രാക്ഷസന്മാരെ 72 മിനിറ്റ് കൊണ്ട് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അധർമ്മികളെ നിഗ്രഹിച്ച് ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ ജീവിത ലക്ഷ്യം തന്നെ ഭൂമി ദേവി ഗോമാതാവിന്റെ രൂപത്തിൽ ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു. അധർമ്മികളെ കൊണ്ട് ഭൂമിയുടെ ഭാരം വർദ്ധിച്ചിരിക്കുന്നു, രാവണാദികളെ കൊണ്ട്. ആ ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വന്ന അധർമ്മികളുടെ ശരീരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പൊ ഭഗവാൻ ഒരു ഭാഗത്ത് അമ്പും വില്ലും ധരിച്ചിട്ടുണ്ട്, മറുഭാഗത്ത് രാമന്റെ പാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് ഭരതനുമുണ്ട്. അപ്പൊ ഇതെല്ലാം രാമൻ നമ്മളെ പഠിപ്പിക്കുന്നത് സത്യവും ശക്തിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.